Orificemeter-Numerical ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The following data relate to an orificemeter. Diameter of the pipe, that is D1, is given as 240 mm, that is 240 into 10 raised to minus 3 meter ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം, 0.24 meter. ഇനി diameter of orifice D0 is equal to 0.12 meter, അതായത് 120 mm ആണ്, അത് 0.12 meter. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ തന്നിട്ടുണ്ട് 0.88. റീഡിംഗ് ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ദറ്റ് ഈസ് എക്സ് ഈക്വൽ ടു, നമ്മൾ വെഞ്ചുറിമീറ്ററിൽ പറഞ്ഞതുപോലെ തന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ റീഡിംഗ് എക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. 40 mm ഓഫ് മെർക്കുറി അല്ലെങ്കിൽ 0.4 meter ഓഫ് മെർക്കുറി. ഓക്കെ, ദെൻ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജും തന്നിട്ടുണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഈക്വൽ ടു 0.65. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ഓഫ് ഫ്ലോ ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ക്യൂയുടെ ഇക്വേഷൻ എന്താണ്? ഫോർ എൻ ഓറിഫൈസ് മീറ്റർ ക്യൂ ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A0 A1 ഇൻറ്റു √2GH ഡിവൈഡഡ് ബൈ √A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ. അപ്പോൾ നമുക്ക് D1ഉം D0ഉം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ്ങിൽ A1ഉം A0ഉം കണ്ടുപിടിക്കുക. സോ A1 ഈസ് ഈക്വൽ ടു π/4 D സ്ക്വയർ, that is pi/4 D1 square, that is pi/4 into 0.24 square. So the answer will be equal to 0.0452 meter square. ചെയ്ത് നോക്കുക. അതേപോലെ A2 എന്ത് ചെയ്യുക? pi/4 D0 സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.0113 meter സ്ക്വയർ കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലെ റീഡിംഗാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എച്ച് എന്ന ഡിഫറൻഷ്യൽ ഹെഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു മാനോമീറ്ററാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെഞ്ചുറിമീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കേസസിൽ നമ്മൾ മാനോമീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഹെഡ് എച്ച് എടുക്കേണ്ടതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? എക്സ് ഇൻറ്റു SH/S0 minus 1, right? So here this will be equal to 0.4 ആണ് എക്സ് ഇൻറ്റു മെർക്കുറി ആണല്ലോ അതിൻ്റെ അകത്തുള്ളത്. സോ SH will be equal to 13.6 divided by S0, that is specific gravity of flowing liquid, that is equal to 0.88 minus 1. അപ്പോൾ H നമുക്ക് കിട്ടും 5.78 meter of oil കിട്ടും. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ഓയിലിൽ 5.78 meter ഇട്ട്. ഇനി എന്ത് ചെയ്യുക? ഈ ഡീറ്റെയിൽസ് എല്ലാം ക്യൂവിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. CD എത്ര? 0.65, A0 0.0113 ആണ്, A1 0.0452 ആണ്. പിന്നെ എല്ലാ ഡീറ്റെയിൽസും ആയല്ലോ. അങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് Q ഈസ് ഈക്വൽ ടു 0.08 meter cube per second കിട്ടും. ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. An orifice meter with orifice diameter 10 cm, അതായത് 0.1 meter, is inserted in a pipe of 20 cm, that means 0.2 meter. The pressure gauge fitted upstream and downstream of the orifice meter gives reading of 19.62 Newton per centimeter square and 9.81 Newton per centimeter square respectively. Coefficient of discharge is 0.6. Find the discharge of water through the pipe. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ചാർജ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ D0ഉം D1ഉം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? A0ഉം A1ഉം കണ്ടുപിടിക്കാം. അപ്പോൾ A0 കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 78.54 into 10 power minus 4 meter square A0 കിട്ടും. സിമിലർലി A1 equal to pi/4 D1 square ചെയ്ത് കഴിഞ്ഞാൽ 314.16 into 10 power minus 4 meter square കിട്ടും. ഇനി ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് P1ഉം P2ഉം ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ P1 തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 19.62 Newton per centimeter square ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഡിനോമിനേറ്ററിൽ 10 power minus 4 വരും. അത് മുകളിലേക്ക് എടുത്താൽ 10 power 4 Newton per meter square വരും. 19.62 10 into 10 power 4 meter square വരും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് പ്രഷർ ഹെഡ് P1/ρg ആണ്. അതായത് P1 ഡിവൈഡഡ് ബൈ റോ. ഇത് ഇതിൻ്റെ അകത്താണുള്ളത്? പൈപ്പിൻ്റെ അകത്തുള്ള ലിക്വിഡ് ഏതാണ്? വാട്ടറാണ്. അപ്പോൾ റോ എന്തായിരിക്കും? റോ 1000 ആണ് വാട്ടറിന്, ഇൻറ്റു 9.81. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ, അതായത് 19.62 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 9.81 ഇൻറ്റു 10 power 4 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 meter ഓഫ് വാട്ടർ കിട്ടും. സിമിലർലി നിങ്ങൾ P2/ρg ചെയ്യണം. P2/ρg, P2 എത്രയാണ്? 9.81 into 10 power 4 ആണ്, ഡിവൈഡഡ് ബൈ 1000 into 9.81.
81. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മീറ്റർ ഓഫ് വാട്ടർ കിട്ടും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആയി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സി ഡി അറിയാം. ഓൾറെഡി സി ഡി വാല്യൂ എത്രയാണ്? സി ഡി വാല്യൂ ഈസ് ഈക്വൽ ടു 0.6. A0 കണ്ടുപിടിച്ചു, A1 കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? എച്ച് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഹെഡ് ആണ്. അതെന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു P1 ബൈ റോ ജി മൈനസ് P2 ബൈ റോ ജി ആണ്. ഫൈൻ. P1 ബൈ റോ ജി മൈനസ് P2 ബൈ റോ ജി ആണ്. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 20 മൈനസ് 10 എത്ര കിട്ടും? 10 മീറ്റർ ഓഫ് വാട്ടർ കിട്ടും. അതെന്ത് ചെയ്യുക? ഡയറക്റ്റ്ലി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂയുടെ വാല്യൂ എത്ര കിട്ടും? ക്യൂ ഈസ് ഈക്വൽ ടു 0.6 ഇൻറ്റു 78.54 ഇൻറ്റു 10 പവർ മൈനസ് 4 ഇൻറ്റു 314.6 ഇൻറ്റു 10 പവർ മൈനസ് 4 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു 10 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, A0 സ്ക്വയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.06821 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഓർ ദിസ് ഈസ് ഈക്വൽ ടു 68.21 ലിറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ രണ്ട് ന്യൂമറിക്കലും ചെയ്ത് നോക്കുക.